നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി പ്രശാന്തമായ ഒരിടം തേടിയാണ് രവി തൻ്റെ തറവാട് വീട് പുതുക്കിപ്പണിയാൻ എത്തിയത്. വർഷങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന ആ തറവാടിന് ഒരുതരം നിഗൂഢതയുണ്ടായിരുന്നു. പഴയ മരത്തിൻ്റെയും കരികളിലെയും ഗന്ധം. വീടിൻ്റെ നടുമുറ്റത്ത് ഒരു ആട്ടുകട്ടിൽ, തടിയിൽ കൊത്തുപണികൾ ചെയ്ത് ചങ്ങലകൾ ബന്ധിച്ച് തൂക്കിയിട്ടേക്കുന്ന ആ കട്ടിൽ മറ്റെന്തിനേക്കാളും പഴക്കം തോന്നിയിരുന്നു. ആദ്യത്തെ രാത്രി കനത്ത മഴയായിരുന്നു. ജനലുകൾക്കിടയിലൂടെ കാറ്റ് ചൂളം വിളിച്ചു കടന്നു പോകുന്നു. പെട്ടെന്നാണ് താഴത്തെ നിലയിൽ നിന്നൊരു ശബ്ദം കേട്ടത്. രവി പതുക്കെ താഴത്തെ നിലയിൽ ചെന്നു. ഇരുട്ടിൽ പതുക്കെ ആട്ടുകട്ടിൽ ആടുന്നുണ്ടായിരുന്നു. കാറ്റായിരിക്കും, അവൻ സ്വയമേ ആശ്വസിപ്പിച്ചു. അവൻ അത് പിടിച്ചു നിർത്തിയിട്ട് പതുക്കെ മുറിയിലേക്ക് പോയി. അർദ്ധരാത്രി, ഏകദേശം 2 മണിയായി കാണും. വീണ്ടും അതേ ശബ്ദം. ശബ്ദത്തിനൊപ്പം ഒരു പാട്ടിൻ്റെ ഈണവും കേൾക്കുമായിരുന്നു. ആരോ മൂളുന്നത് പോലെ. രവി ടോർച്ചുമായി താഴേക്ക് ഓടി. ടോർച്ച് വെളിച്ചത്തിൽ അവൻ കണ്ട ഭയാനകമായ കാഴ്ച അവനെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ആട്ടുകട്ടിൽ ആടുന്നത് കാറ്റുകൊണ്ടല്ല, അതിൻ്റെ ചങ്ങലകൾ മുറുകിയിരിക്കുന്നു. ആരോ അതിൽ ഇരിക്കുന്നത് പോലെ. പെട്ടെന്ന് പാട്ട് നിന്നു. ആട്ടുകട്ടിൽ ആടുന്നത് നിന്നു. പക്ഷേ രവിക്ക് ആ നിശബ്ദതയിൽ ഒരു കാര്യം വ്യക്തമായി കേൾക്കാമായിരുന്നു. തൻ്റെ തൊട്ടടുത്ത് ആരോ ശ്വാസം വിടുന്ന ശബ്ദം. പിറ്റേന്ന് രവി അവിടുത്തെ കാര്യസ്ഥനോട് കാര്യം ആരാഞ്ഞു. അദ്ദേഹം പേടിച്ച് മറുപടി പറഞ്ഞു. ആ ആട്ടുകട്ടിൽ രവിയുടെ വല്യമ്മയുടേതായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞിരുന്നു, എനിക്ക് തറവാട് വിട്ടു പോകാൻ കഴിയില്ല. ഇന്നും അവർ അവിടെ തന്നെയുണ്ട്, ആരെയും ഉപദ്രവിക്കാനല്ല. പക്ഷേ സ്വന്തം വീട് ആർക്കും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. രവി അന്ന് തന്നെ ടൗണിലേക്ക് മടങ്ങി. ഇന്നും ആ തറവാട് അവിടെ തന്നെയുണ്ട്. ആ വഴി പോകുന്നവർ പറയും, അടച്ചിട്ട ആ പഴയ തറവാട്ടിൽ നിന്നും ഇപ്പോഴും ആട്ടുകട്ടിലിൻ്റെ ഞരക്കവും മൂളിച്ചയും ഇപ്പോഴും കേൾക്കാമെന്ന് ആ നാട്ടുകാർ ഇപ്പോഴും പറയുന്നു.